ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യമില്ല. ദുർഗ് സെഷൻസ് കോടതി ജാമ്യാപേക്ഷ പരിഗണിച്ചില്ല. മനുഷ്യക്കടത്ത് കുറ്റം ഉള്ളതിനാൽ NIA കോടതിക്ക് കേസ് പരിഗണിക്കാമെന്ന് സെഷൻസ് കോടതി ഉത്തരവിൽ പറയുന്നു. ജാമ്യം തേടി കന്യാസ്ത്രീകൾ നാളെ ഹൈക്കോടതിയെ സമീപിച്ചേക്കും. വിവരങ്ങളുമായി ശരത് ലാലാണ് ചേരുന്നത്. ദുർഗിലെ ജില്ലാ സെഷൻസ് കോടതി ഇന്ന് 2 മലയാളി കന്യാസ്ത്രീകളുടെയും ജാമ്യ ഹർജി നിരാകരിച്ചു. തൻ്റെ അധികാര പരിധിയിൽ ഉൾപ്പെട്ടതല്ല ഈ കേസെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ നടപടി. എന്നാൽ ഈ ഉത്തരവിൽ തന്നെ ജാമ്യത്തിന് വേണ്ടി NIA കോടതിയെ സമീപിക്കാനുള്ള ഉത്തരവും കൂടിയുണ്ടായിരുന്നു. ഇതാണ് ഇപ്പോൾ നിയമപ്രശ്നമായി ഉയർന്നിരിക്കുന്നത്. കേസിൻ്റെ പരിധിയിലെ NIAയുടെ കേസിൻ്റെ പരിധിയിലേക്ക് ആർട്ടിക്കിൾ അതായത് BNS 143 പരിധിയിൽ ഉൾപ്പെടുന്ന കേസാണെന്നും അതുകൊണ്ട് തന്നെ NIA കോടതിക്ക് മാത്രമേ ജാമ്യം അനുവദിക്കാൻ കഴിയുള്ളൂ എന്നാണ് കോടതി ഉത്തരവിലൂടെ നിർദ്ദേശം നൽകിയത്. അതുപോലെ തന്നെ 3 കോടതികൾ ജാമ്യാപേക്ഷ സമർപ്പിക്കാനുള്ള ഉത്തരവും ഇതിൻ്റെ ഭാഗമായിട്ട് പുറപ്പെടുവിച്ചു. എന്നാൽ NIA കോടതിയിൽ പോകുന്നതിന് പകരം ഹൈക്കോടതിയെ സമീപിക്കാനാണ് കന്യാസ്ത്രീകളുടെ ബന്ധുക്കൾക്ക് ലഭിച്ച നിയമോപദേശം. നാളെ തന്നെ ഇത് സംബന്ധിച്ച നിയമ നടപടിക്രമങ്ങൾ പൂർത്തിയാകുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും കന്യാസ്ത്രീകളെ ജയിലിലടച്ചിരിക്കുന്ന രൂക്ഷമായ പ്രതിഷേധത്തിനാണ് കാരണമായത്. ഇന്ന് രാവിലെ ഇടത് എംപിമാർ ജയിലിലെത്തുകയും കന്യാസ്ത്രീകളെയും അതേപോലെ തന്നെ പുരുഷ ജയിലിൽ കിടക്കുന്ന ആദിവാസി യുവാവിനെയും സന്ദർശിച്ചു. അതുപോലെ തന്നെ പാർലമെന്റിൽ കനത്ത പ്രതിഷേധമാണ് ഇന്ന് UDF പ്രതിനിധികൾ ഉയർത്തിയത്. പാർലമെന്റ് കവാടത്തിന് മുമ്പിൽ ഇന്നും പ്രതിഷേധമായിരുന്നു. പാർലമെന്റിനകത്തും ഇവിടെ സന്ദർശിച്ച AC പ്രതിനിധി സംഘം കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചു. ഈ കേരളത്തിലും അതുപോലെ തന്നെ രാജ്ഭവനിലേക്ക് ബിഷപ്പുമാരുടെ അടക്കമുള്ള നേതൃത്വത്തിൽ കന്യാസ്ത്രീകളുടെ അടക്കമുള്ള നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. സ്വാഭാവികമായിട്ട് പ്രതിഷേധം ആളിക്കത്തുന്ന ഒരു സംഭവ വികാസമാണ് ഈ ജാമ്യ ഹർജി നിരാകരിച്ചതോടെ ഇപ്പോൾ നമുക്ക് മുമ്പിലുള്ളത്.